കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു മോഷണ രീതി. പള്ളി സെമിത്തേരിയിലെ കല്ലറയ്ക്ക് മുകളിൽ പാകിയിരിക്കുന്ന ഗ്രാനൈറ്റ് ഷീറ്റ് മോഷ്ടിക്കുക. അതാണ് പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസം നടന്നത്. പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ 2 ക്രൈസ്തവ ദേവാലയങ്ങളുടെ സെമിത്തേരിയിൽ അവിടെ കല്ലറയ്ക്ക് മുകളിൽ സ്ഥാപിച്ചിരുന്ന ഗ്രാനൈറ്റ് പാളിയാണ് മോഷണം പോയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മല്ലപ്പള്ളി മങ്കുഴിപ്പടി സഹിയോൻ മർത്തോമ ദേവാലയത്തിൻ്റെ സെമിത്തേരിയിലാണ്. ഇപ്പോൾ ഇടവക ഭാരവാഹികൾ നമ്മോടൊപ്പമുണ്ട്. അങ്ങയുടെ പേര്? എൻ്റെ പേര് തോമസ് മാത്യു, ഞാൻ സെക്രട്ടറിയാണ് ഇവിടെ. ഇതെപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്? ഞങ്ങൾ ഈ 26-ാം തീയതി ഞായറാഴ്ച രാവിലെ ആരാധനയ്ക്ക് ശേഷം ആണ് ഇത് നമുക്ക് കാണുന്നത്. ഇത് പോലീസിൽ വിവരം അറിയിച്ചു. ഉടനെ നമ്മൾ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. കംപ്ലയിൻറ്റ് കിട്ടിയ മുറയ്ക്ക് തന്നെ അവർ അതിശീഘ്രം ഇവിടെ വന്നു. എൻ്റെ ഇൻസ്പെക്ഷനൊക്കെ നടന്നു. ഈ ഏരിയയിലെല്ലാം നോക്കിയിട്ട് വേണ്ടതായ രീതിയിൽ ഞങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കേണ്ടതോടെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങൾ കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് അവർ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഒരു സംശയം എന്താണ്? സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാളി ഇതേ രീതിയിൽ ഇൻടാക്റ്റ് ആയിട്ട് പൊട്ടാതെ എടുക്കണമെന്ന് വരികയിൽ ഇതിൽ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ നോഹോ ഉള്ള ആളുടെ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ ആളിന് തീർച്ചയായിട്ടും കണിശമായിട്ട് നിശ്ചയം കാണും. ഇത് സിമെൻ്റ് ഇട്ടൊന്നും പ്ലാസ്റ്റർ ചെയ്തിരിക്കുകയല്ല, എവിടെയോ ടീലാണ്. അത് നമുക്ക് ഇനി രീതി ചെയ്ത് കഴിഞ്ഞാൽ പൊക്കിയെടുക്കാമല്ലോ. അങ്ങനെ ഇതിനെപ്പറ്റി എന്തെങ്കിലും വിവരമുള്ളവരായിരിക്കും ഇത് ചെയ്തെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ CCTV സാന്നിധ്യമില്ല. CCTV സാന്നിധ്യം ഇപ്പോഴില്ല. പോലീസ് അന്വേഷണം നടത്തുന്ന പോലീസിൽ നിന്നും ഇപ്പോൾ എന്താണ് വിവരം ലഭിക്കുന്നത്? പ്രോഗ്രാംഡ് ആയിട്ടുള്ള നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. വേണ്ട രീതിയിൽ മിക്കവാറും നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉടമസ്ഥ, ഈ കല്ലറയുടെ ഉടമസ്ഥ അവരുടെ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് രാവിലെ മാഡത്തിനെ കൊണ്ടുപോയി ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അവർ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. ഈ ഗ്രാനൈറ്റ് കൈകാര്യം ചെയ്യുന്ന ആളുകളായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഇത് എടുത്തുകൊണ്ട് പോവുക. ഇത് നേരത്തെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വലിയ പാളിയാണ്. ഇളക്കിയെടുക്കുമ്പോൾ അത് ഒടിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കൃത്യമായി തന്നെ അത് എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. കൃത്യമായിട്ട് തന്നെ അറിയാവുന്നവരാണ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. അതിനൊരു സംശയമില്ല. കാരണം ഇത് നേരെ നമ്മൾ 4 പേര് പിടിച്ചാലും ചിലപ്പോൾ നടക്കുമെന്ന് ഓടിയും. ഇത് ചരിച്ച് പിടിച്ച്, ഞാൻ പണി കണ്ടിട്ടുള്ളതുകൊണ്ടും പണി ചെയ്യിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും പറയുന്നു, ഇത് ചരിച്ച് പിടിച്ച് എടുക്കാതെ ഇത് കൊണ്ടുപോകാനൊക്കത്തില്ല, ഒടിയാതെ. ഒടിഞ്ഞിരുന്നെങ്കിൽ അവരിവിടെ തള്ളിക്കളഞ്ഞേച്ച് പോയേനെ. അപ്പോൾ അതിന് സൂക്ഷ്മമായിട്ടും കണിശമായിട്ടും അത് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ തന്നെ ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ഒരു സംഘമുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ടോ? കണിശമായിട്ടും 2 പള്ളിയിൽ നടന്നപ്പോൾ ഒരു സംഘം ഉണ്ടെന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. അതിനൊരു സംശയമില്ല. ഇവിടെ നിന്ന് എത്ര ദൂരെയാണ് റോഡുള്ളത്? അപ്പോൾ ഈ വാഹനത്തിൽ വരാതെ ഇത് ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോകാൻ സാധ്യമല്ലല്ലോ. റോഡ് ഇവിടെ അടുത്താണല്ലോ. അപ്പം നമ്മൾ കയറി വന്ന തന്നെ റോഡ് അത് ഈ പള്ളിക്ക് വെളിയിൽ കൂടി ഒരു പോക്കറ്റ് റോഡായിട്ട് പോകുന്നുണ്ട്. അതടുത്തൊരു ജംഗ്ഷൻ ചെല്ലുന്നുണ്ട്. ഇതും റോഡാണല്ലോ. ഇതിൽ നമ്മൾ താപ്പെട്ടിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ടൗണിലോട്ട് പോകാം. റോഡിൻ്റെ ആക്സസ് വളരെ ഫ്രീക്വൻ്റ്, കുഴപ്പമൊന്നുമില്ല, റോഡുണ്ട് നമുക്ക്. ഇപ്പോൾ ഈ സെമിത്തേരിയിൽ മറ്റ് കല്ലറകളും കാണുന്നുണ്ട്. അവിടെയും ഈ ഗ്രാനൈറ്റ് പാളികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി എന്താണ് നിങ്ങളൊരു മുൻകരുതൽ എടുക്കുന്നുണ്ടോ? ഞങ്ങൾ മുൻകരുതൽ CCTV ക്യാമറ എത്രയും പെട്ടെന്ന് ഞങ്ങൾ വെക്കാനത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ പള്ളിക്ക് നമ്മൾ അതിൻ്റെ ശരിക്കും ഇനി മുന്നോട്ടുള്ള കാര്യത്തിൽ നല്ല കെയർ എടുക്കും. ഗേറ്റ് കൺട്രോൾ കൊണ്ട് പാടില്ല, കാരണം പറ്റത്തില്ല. കാരണം ഓപ്പൺ ആക്സസ് നമുക്കുണ്ട്, ഇതിന് ബാക്ക് വശമൊക്കെ ഉണ്ടല്ലോ. അപ്പം നമുക്ക് CCTV ക്യാമറയിൽ തന്നെ നമുക്ക് ഇത് വെച്ചേ പറ്റുള്ളൂ. എത്ര സ്ക്വയർ ഫീറ്റ് കാണും? ഏകദേശം എത്ര രൂപയുടെ ആയിരിക്കും മുതൽ പോയിരിക്കുക? 18 സ്ക്വയർ ഫീറ്റ് കാണും. ഒരു 400 രൂപ വെച്ച് കൂട്ടിയാലും 18 4 72 7,500 രൂപ മിനിമം ഒരു വില വരും. 7-നും 10-നും ഇടയ്ക്കുള്ള വില കാണും. ഗ്രാനൈറ്റ് പാളി കൊടുക്കുമ്പോൾ ഇത് വാങ്ങിക്കുന്ന ആരെങ്കിലും വേണമല്ലോ. അപ്പോൾ അവരും കൂടെ അറിഞ്ഞുകൊണ്ടായിരിക്കാം. നമുക്കറിയത്തില്ല. നമ്മളങ്ങനെ വാങ്ങിക്കും. നമ്മൾ എന്തെങ്കിലും ആവശ്യം വന്ന കടയിലല്ലേ ഇരുന്ന് വാങ്ങിക്കുന്നത്. അപ്പം നമുക്കിതറിയത്തില്ല. പക്ഷേ ഈ പണി ചെയ്യുന്നവർക്ക് ഇത് ഉപകാരപ്പെടും. കാരണം ഇത് വേറൊരു കല്ലറ പണിയുന്നതിൻ്റെ പുറത്ത് കൊണ്ടിട്ടാലും അവർക്ക് പ്രയോജനപ്പെടും. ഇവിടെ എപ്പോഴെങ്കിലും അപരിചിതർ വന്നതായിട്ട് എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇത് നേരത്തെ നോക്കി കണ്ടൊക്കെ വെക്കണമല്ലോ. അത് ഇല്ല, അങ്ങനെ ഇല്ല. ഞങ്ങൾ മിക്കവാറും ആഴ്ചയിൽ ശനിയാഴ്ച ഫുൾ ടൈം ക്ലീനിങ് ആണ്. ബാക്കി ഇട ദിവസങ്ങളിലൊക്കെ മിക്കവാറും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊക്കെ അടുത്തല്ലേ താമസിക്കുന്നത്. ഞങ്ങൾ അതുപോലെ പള്ളിയിൽ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത് മിക്കവാറും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളൊന്നും ഇവിടെ വരാറില്ല. കീഴ്വായ്പൂർ പോലീസ് അന്വേഷണം ഇപ്പോൾ നടത്തുന്നുണ്ട്. പ്രതികളെ എത്രയും വേഗം പിടികൂടണമെന്നാണ് ഇപ്പോൾ ഈ പരാതി നൽകിയവരുടെ ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.